കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. നെഞ്ചിലൂടെ കടന്ന വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളച്ച് പുറത്തു കടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. തൽക്ഷണം CJ റോയ് മരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നെഞ്ചിൽ തോക്ക് ചേർത്ത് ഒറ്റത്തവണയാണ് വെടിയുതിർത്തത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുള്ളൂ. ഇതിനായി കാക്കുകയാണ് പോലീസ്. റോയി വെടിയുതിർത്ത് മരിച്ച രീതിയിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധാരണ സ്വയം വെടിവെച്ച് ജീവനൊടുക്കുന്നവർ തലയിലാണ് റിവോൾവർ ചേർത്ത് വെടിവെക്കാനുള്ളത്, അല്ലെങ്കിൽ വായിൽ. നെഞ്ചിൽ വെടിയുതിർത്തതിലെ ദുരൂഹതയും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരിശോധനയ്ക്കിടെ അസാധാരണമായതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. അതിനിടെ 2019 മുതലുള്ള റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക്സ് ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. റോയി അടക്കം 7 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ച് വിശദ റിപ്പോർട്ട് ബ്യൂറോ സമർപ്പിച്ചു. തുടർ നടപടിയുടെ ഭാഗമായി ഇതിൽ 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. റിപ്പോർട്ടുകൾ പറയുന്നത് ഇങ്ങനെയാണ്: റോയിക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട്. ആദായ നികുതി പരിശോധനയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിലും അതൊക്കെ പിഴയൊടുക്കി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇത് നിരവധി ബിസിനസ്സുകാർ ചെയ്തിട്ടുമുണ്ട്. ആദായ നികുതി പരിശോധന റോയിയുടെ ജീവനെടുക്കാൻ മതിയായ കാരണമല്ലെന്ന സംശയത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും ഉയരുന്നത്. ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് CJ റോയിയുടെ മരണം. കഴിഞ്ഞ വർഷം ദുബായിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് വമ്പൻ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. ബിസിനസ് ദുബായിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു പാർട്ടി. ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. റോയിയുമായി അടുപ്പമുള്ള ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്താണിതിന് കാരണമെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ദുബായിലെ പാർട്ടിക്ക് ശേഷമാണ് IT വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ CJ റോയിയെ പിന്തുടരുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണിതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ IT വകുപ്പ് സംശയത്തോടെ കണ്ടിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ CJ റോയിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരുവിലെ ഓഫീസിനുള്ളിൽ CJ റോയ് ജീവനൊടുക്കിയത്. IT റെയ്ഡിനിടെ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു.